ഗുരുവായൂരപ്പന്റെ പേരിൽ ഇത്രയും വെല്ലുവിളി നടത്തുന്ന ഗോപാലകൃഷ്ണനോട് ഞാനൊരു വെല്ലുവിളി നടത്തുന്നു. ഗുരുവായൂരപ്പന്റെ അഭീഷ്ടപ്രകാരം മത്സരിക്കാൻ വന്ന ഗോപാലകൃഷ്ണൻ തോറ്റാൽ ഗുരുവായൂരപ്പന് ശക്തിയില്ലെന്ന് ഗോപാലകൃഷ്ണൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമോ? അത് വെറുമൊരു ബിംബമാണെന്നും അതിനൊരു ശക്തിയുമില്ലെന്നും ഗോപാലകൃഷ്ണൻ വിളിച്ചു പറയുമോ ഈ വിശ്വാസ സമൂഹത്തോട്? ഒരു മൂടൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അയാൾ ചോദിക്കുന്നത്, ഇവിടുത്തെ MLAക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന അവിടുത്തെ വിഗ്രഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ്. ഗുരുവായൂരപ്പനിൽ വിശ്വാസമില്ലാത്തവർക്ക് ഗുരുവായൂരിൽ വോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഭക്തർക്ക് ധൈര്യം ഉണ്ടാവണമെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെ MLAക്ക് ഗുരുവായൂരപ്പനോട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ധൈര്യമുണ്ടോ? ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ MLAക്ക് ഈ ബിംബത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഗുരുവായൂരപ്പനെ വിശ്വസിക്കാത്തവർക്ക് ഗുരുവായൂരിൽ വോട്ടില്ല എന്ന് പറയാൻ ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ, അയ്യപ്പന്റെ ജനങ്ങൾ തയ്യാറാവണമെന്നാണ് NDA പറയുന്നത്. ഒരു സംശയമില്ല. ഒട്ടകം ഗോപാലകൃഷ്ണൻ അറിയില്ല ഭക്തരെല്ലാവരും BJPയോ RSSകാരോ അല്ല എന്ന സത്യം. ഗുരുവായൂരിൽ വരുന്നവരെല്ലാം ചാണക സംഖ്യകളാണെന്നാണ് അങ്ങേരുടെ കണക്കുകൂട്ടൽ. ചാണകം നിറച്ച തലയാണെങ്കിലല്ലേ ഗോപാലൻ പറഞ്ഞ വർഗീയതയോട് യോജിക്കാൻ എല്ലാ ഭക്തർക്കും കഴിയും. 2, ഇത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, അഥവാ നിയമസഭാ ഇലക്ഷൻ. അതല്ലാതെ ഗുരുവായൂർ അമ്പലത്തിലേക്കോ ദേവസ്വം ബോർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല. സ്ഥാനാർത്ഥി ഗുരുവായൂർ ഭക്തനാവാൻ. പിന്നെ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് BJPക്ക് വേണ്ട എന്നാണ്. ആ ഗുരുവായൂർ വിരുദ്ധർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. ഗുരുവായൂരപ്പനെ പുച്ഛത്തോടെ കാണുന്നവർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. അതുകൊണ്ട് ഒന്ന് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ഗുരുവായൂരപ്പനെ എതിർക്കുന്ന, ഭഗവത്ഗീത എതിർക്കുന്ന, ഭാരതീയ പൈതൃകത്തെ എതിർക്കുന്ന, ഭാരതീയ ഭരണഘടനയെ എതിർക്കുന്ന, ഭാരതത്തെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഓരോട്ട് പോലും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA ആയിട്ടുള്ള ഈ സഖ്യത്തിന് വേണ്ട. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് മുമ്പൊരു കുറുക്കൻ പറഞ്ഞിട്ടുണ്ട്. ആ കഥയാണല്ലോ ഓർമ്മ വരുന്നത് സോദര. ഇപ്പോൾ ഒന്ന് പറയട്ടെ ഗോപാലകൃഷ്ണ, പോപ്പുലർ ഫ്രണ്ടോ ജമാഅത്തെ ഇസ്ലാമിയോ മാത്രമല്ല, കേരളത്തിലെ അബ്ദുള്ള കുട്ടിയെ പോലുള്ള പണമോഹികളും സ്ഥാനമോഹികളുമായ ദേശീയ മുസ്ലിങ്ങളല്ലാത്ത ഒരു മുസ്ലിമും BJPക്കോ RSSനോ വോട്ട് ചെയ്യില്ല. ആ പൂതി വെച്ച് കിടക്കുകയും വേണ്ട. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ. അവർക്ക് BJP എന്താണെന്നും RSS എന്താണെന്നും നന്നായി അറിയാം. അവരെ എവിടെ നിർത്തണമെന്നും അവർക്ക് നന്നായി അറിയാം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ 40% മുസ്ലിങ്ങളാണ്. ആ മുസ്ലിം വോട്ട് കിട്ടാൻ ഗോപാലകൃഷ്ണൻ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുമോ? മുസ്ലിം ജനതയുടെ വോട്ട് നേടാതെ അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനാവില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഹിന്ദു വോട്ട് മുസ്ലിം സ്ഥാനാർത്ഥിക്കും വേണം. അതല്ല ഗുരുവായൂരപ്പന്റെ അഭീഷ്ടമാണ് ചാണകം ജനങ്ങളെ കൊണ്ട് തീറ്റിക്കുന്നതെങ്കിൽ താങ്കളൊന്ന് ജയിച്ചു കാണിക്കും. അപ്പോഴാലോചിക്കാം ആ ബിംബത്തെ വിശ്വസിച്ച് എല്ലാവരും ഹിന്ദുവാകണോ എന്ന്. താങ്കൾ പറഞ്ഞത് ഗുരുവായൂരപ്പന്റെ അഭീഷ്ടമാണ് താങ്കളെ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ താങ്കൾ ജയിക്കും, അത് തീർച്ചയല്ലേ? അങ്ങനെ താങ്കൾ ജയിച്ചൊന്ന് കാണിക്കും. ഗുരുവായൂരപ്പന്റെ പേരിൽ ഇത്രയും വെല്ലുവിളി നടത്തുന്ന ഗോപാലകൃഷ്ണനോട് ഞാനൊരു വെല്ലുവിളി നടത്തുന്നു. ഗുരുവായൂരപ്പന്റെ അഭീഷ്ടപ്രകാരം മത്സരിക്കാൻ വന്ന ഗോപാലകൃഷ്ണൻ തോറ്റാൽ ഗുരുവായൂരപ്പന് ശക്തിയില്ലെന്ന് ഗോപാലകൃഷ്ണൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമോ? അത് വെറുമൊരു ബിംബമാണെന്നും അതിന് യാതൊരു ശക്തിയുമില്ലെന്നും ഗോപാലകൃഷ്ണൻ വിളിച്ചു പറയണം. രാഷ്ട്രീയത്തിന് വെല്ലുവിളി നടത്തേണ്ടത് ഗുരുവായൂരപ്പന്റെ പേരിലോ ശാസ്താവിന്റെ പേരിലോ അല്ല. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ എതിരാളികളെ വെല്ലുവിളിക്കേണ്ടത് തങ്ങൾ ചെയ്തു വെച്ച ജനകീയ വിഷയങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞാണ്. ദൈവത്തിന്റെ പ്രതിപുരുഷനായി ഗോപാലൻ മത്സരാർത്ഥിയാവേണ്ടതില്ല. ഒരു വിശ്വാസിയും അതിന് കൂട്ടുനിൽക്കുകയുമില്ല. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എൻ്റെ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ.
എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം. ഗോ ബാലകൃഷ്ണ, ദൈവത്തെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ച് ചൊറിയരുത്. താങ്കൾ 8 നിലയിൽ പൊട്ടുമെന്ന് ഈ ലോകർക്ക് മുഴുവനും അറിയാം. ആ താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത് ഗുരുവായൂരപ്പനിൽ വിശ്വാസമുള്ളവരുടെ വിശ്വാസത്തെ കുന്തമുനയിൽ നിർത്തുകയാണ്. ഗുരുവായൂരപ്പനെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ താങ്കളെ ഗുരുവായൂരപ്പൻ വിളിച്ചു എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ പരാജയപ്പെട്ടാൽ അത് ആരുടെ പരാജയമായിരിക്കും? അത് ഗുരുവായൂരപ്പന്റെയും ആ ഗുരുവായൂരിൽ വിശ്വസിക്കുന്ന ഭക്തജനങ്ങളുടെയും പരാജയമായിരിക്കും. ഗുരുവായൂരപ്പൻ വിളിച്ചാണ് താങ്കൾ വന്നതെങ്കിൽ ഗുരുവായൂരിൽ താങ്കൾ പരാജയപ്പെട്ടാൽ അവിടെ അങ്ങനെ ഒരു ശക്തിയില്ലെന്ന് താങ്കൾ സമ്മതിക്കേണ്ടി വരും. വെല്ലുവിളിയും വാശികെട്ടിലുമൊക്കെയാവാം, പക്ഷെ അത് വിശ്വാസത്തിന്റെയോ ദൈവത്തിന്റെയോ പേരിലാവരുത്. ജനങ്ങൾക്കിടയിൽ മതവൈരം വളർത്തുന്ന രീതിയിലാവരുത്. ഇനി താങ്കൾ ചോദിച്ചല്ലോ, അരനൂറ്റാണ്ടിനിടയ്ക്ക് എന്തുകൊണ്ട് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായില്ല എന്ന്. ഞാനും ചോദിക്കട്ടെ ഗോപാലകൃഷ്ണ, ആ 50 വർഷത്തിനിടയ്ക്ക് മുസ്ലിം MLA അല്ലെങ്കിൽ മറ്റു വിശ്വാസമുള്ള ആരെങ്കിലും വന്നിട്ട് ഗുരുവായൂരപ്പൻ അവിടെ വിട്ടുപോയോ? ഗുരുവായൂരിൽ ഉണ്ടാവേണ്ട പുരോഗതി വലുതും ഉണ്ടാവാതെ പോയോ? ഗുരുവായൂരിൽ തൊഴാനെത്തുന്ന ഏതെങ്കിലും ഒരു ഭക്തനെ പോലും ആരെങ്കിലും ആക്രമിച്ചോ? അത്രയും നല്ല മതസൗഹാർദ്ദം നിലനിൽക്കുമ്പോൾ എന്തിന് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും പേരിൽ ഒരു കലാപം ഉണ്ടാക്കുന്നതെന്ന് ഗുരുവായൂരപ്പൻ ചിന്തിച്ചിരിക്കണം. ഗുരുവായൂരപ്പന്റെ അഭീഷ്ട തന്നെയായിരിക്കണം അവിടെ ഒരു ഹിന്ദു MLA വരണ്ട എന്നുള്ളത്. ഈ വർഷം ഗുരുവായൂരപ്പന്റെ സ്ഥാനാർത്ഥിയായി B. ഗോപാലകൃഷ്ണനും LDF സ്ഥാനാർത്ഥിയായി മുൻ MLA NK അക്ബറും UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ CH റഷീദുമുണ്ട്. ഗുരുവായൂരപ്പൻ അഹിന്ദുക്കളെ വിലക്കുന്നുണ്ടെങ്കിൽ താങ്കളെ ഗുരുവായൂരപ്പനാണ് വിളിച്ചതെങ്കിൽ താങ്കൾ ജയിച്ചു കാണിക്കും. എന്നിട്ട് വിളിക്കാം ഗുരുവായൂരപ്പന്റെ നടയിലേക്ക് ഗുരുവായൂരപ്പന് വിശ്വാസമുണ്ടോ എന്ന് ചോദ്യം ചെയ്യാൻ. ഇനി അഥവാ താങ്കൾ തോറ്റാൽ ഗുരുവായൂരപ്പന്റെ പേരിൽ കള്ളസത്യം ചെയ്തതിന് ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തതിന് മേലിൽ ആ പുണ്യഭൂമിയിൽ താങ്കൾ കാലുകുത്താനും പാടില്ല. തീർന്നില്ല. ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും താങ്കളെ മത്സരാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തതിനു ശേഷമുള്ള ഈ വർഗീയ പ്രസംഗം താങ്കളുടെ സ്ഥാനാർത്ഥിത്വം അസാധുവാക്കുവാൻ പര്യാപ്തമാണ്. B. ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. പെരുമാറ്റച്ചട്ടത്തിലെ ജനറൽ കണ്ടക്ട് വിഭാഗത്തിലെ ആദ്യത്തെ 2 ചട്ടങ്ങൾ പ്രകാരം വിവിധ ജാതികൾക്കും മതവിഭാഗങ്ങൾക്കും ഇടയിൽ പരസ്പര വിദ്വേഷമോ സംഘർഷമോ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലും സ്ഥാനാർത്ഥികൾ ഏർപ്പെടാൻ പാടില്ല എന്നതാണ്. വോട്ടുകൾ ലഭിക്കുന്നതിനായി ജാതീയമോ വർഗീയമോ ആയ വികാരങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. കഴിഞ്ഞ 50 വർഷമായി ഗുരുവായൂരിൽ ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നും അമ്പലം കൊള്ളക്കാരെ ആട്ടിപ്പായിക്കണമെന്നുമുള്ള പരാമർശങ്ങൾ വോട്ടർമാരെ മതപരമായി ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് ചട്ടം 1ന്റെ ലംഘനമാണ്. ക്ഷേത്രങ്ങൾ, പള്ളികൾ തുടങ്ങിയ ആരാധനാലയങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള വേദിയായി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വൈകാരികമായ വിഷയങ്ങൾ, അമ്പലം കൊള്ളക്കാർ, ഗുരുവായൂരപ്പന്റെ മണ്ണ് തുടങ്ങിയവ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നത് ചട്ടങ്ങളുടെ ലംഘനമാണ്. എന്തൊക്കെ വർഗീയത BJP-ക്കാർ പറഞ്ഞാലും അതിന്റെ മേൽ കേസെടുത്താലും ആ കേസിന്റെ മേൽ ഉദ്യോഗസ്ഥർ അടയിരിക്കുമെന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല. അത് BJP-ക്കാർക്ക് നന്നായി അറിയാം. കാരണം ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. അവർ അങ്ങനെയാണ്.